നമസ്കാരം. VCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ വേണുഗോപാൽ. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ബ്യൂട്ടി സിൽക്സ്. വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ. ചെറുതുരുത്തിയിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. ചെറുതുരുത്തി നെടുമ്പുര സ്കൂളിലെ 3 വിദ്യാർത്ഥികൾക്കാണ് വ്യാഴാഴ്ച രോഗബാധ സ്ഥിരീകരിച്ചത്. കടുത്ത പനിയും വയറിളക്കവും ബാധിച്ച കുട്ടികളെ മെഡിക്കൽ കോളേജിൽ വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമാക്കുകയായിരുന്നു. കുട്ടികൾ സുഖം പ്രാപിച്ച് വീട്ടിൽ തിരിച്ചെത്തിയതായും നിലവിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്നും ആരോഗ്യവകുപ്പ്. ചെറുതുരുത്തിയിൽ 4 വയസ്സുകാരിയെ തെരുവുനായ കടിച്ചു കീറി പരിക്കേൽപ്പിച്ചു. വീട്ടുമുറ്റത്ത് കളിക്കുകയായിരുന്ന കുട്ടിയെയാണ് നായ കടിച്ചത്. മറ്റൊരു കുട്ടി അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ആക്രമണത്തിന് പിന്നാലെ നായ ചത്ത നിലയിൽ കണ്ടെത്തിയതോടെ പ്രദേശവാസികൾ കടുത്ത ആശങ്കയിലാണ്. നായ്ക്കളെ നിയന്ത്രിക്കാൻ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രതിഷേധത്തിലേക്ക്. വായനാ ദിനത്തിൽ കേരള കലാമണ്ഡലത്തിന് ചരിത്രമുഹൂർത്തം. കലാമണ്ഡലത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി കലകളുടെ അഭ്യസനം കൂടുതൽ വിദ്യാർത്ഥി സൗഹൃദപരവും ജ്ഞാന കേന്ദ്രീകൃതവുമാക്കുന്നതിനായി ചിട്ടപ്പെടുത്തിയിരിക്കുന്ന 42 പാഠപുസ്തകങ്ങളുടെ പ്രകാശന കർമ്മം നടന്നു. SCERT സഹായത്തോടെ 14 കലാവിഭാഗങ്ങൾക്കായാണ് അധ്യാപകർ പുസ്തകങ്ങൾ തയ്യാറാക്കിയത്. വടക്കാഞ്ചേരി അകമല തോട്ടുപുറത്ത് 30 വർഷമായി റോഡ് ടാറിംഗ് നടക്കാത്തതിൽ ജനപ്രതിഷേധം. റോഡ് തകർന്നതോടെ കാൽനടയാത്രയും മുടങ്ങി. രോഗികളെ ആശുപത്രിയിലെത്തിക്കാൻ കടുത്ത ദുരിതം. ഉത്രാളിക്കാവ് പൂരക്കാലത്ത് നഗരസഭ നൽകിയ ഉറപ്പുകൾ വെറും ജലരേഖയായെന്ന് പ്രദേശവാസികൾ.